ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു ചാനൽ സ്പീക്കു TV. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നും കൊണ്ട് ഒരു സന്തോഷമുള്ള വാർത്ത പറയാനായിട്ട് പോവാണ് ഗൈസ്. എൻ്റെ ഈ കുഞ്ഞു ചാനൽ, അതായത് സ്പീക്കു TV എന്ന് പറയുന്ന ഈ കുഞ്ഞു ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ എബോട്ട് എടുത്ത് നോക്കി അറിയാൻ പറ്റും. 2020 ഈ ചാനൽ തുടങ്ങുന്നത്. അതായത് കോവിഡ് ടൈമിൽ ഞാനന്ന് +1 +2 എന്തോ പഠിക്കുന്ന ആ സമയത്താണ് ഞാൻ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബർ ആവുക, അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആവുക എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ വരിക എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നേ. ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും, അതായത് ആരെങ്കിലും കണ്ടാൽ വേറൊരാൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെന്ന് വിചാരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞാൻ 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത് ക്രിഞ്ചായിട്ട് തോന്നി. സോ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം 2023 ഞാനൊരു സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തുന്നത്. ഈ ചാനലിൽ തന്നെ ഞാൻ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി. അന്ന് ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അന്ന് ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ വീണ്ടും യൂട്യൂബ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് വന്നു. ഇതേ ചാനലിൽ തന്നെ ഞാൻ ഗെയിമിംഗ് വീഡിയോസ്, പിന്നെ കുറച്ച് മൂവീസിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു വർഷത്തോളം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത്യാവശ്യം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമായിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന പണിയെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അന്ന് 0 മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. ആഗ്രഹം ഭയങ്കരമായിരുന്നു, കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു, പക്ഷേ മോട്ടിവേഷൻ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം 2025, അതായത് 2 മാസം മുമ്പാണ് ഞാൻ വീണ്ടും ഇതേ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. തുടക്കത്തിലൊന്നും വ്യൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴിഞ്ഞൊരു മാസം ഓഗസ്റ്റിൽ എൻ്റെ അത്യാവശ്യം വീഡിയോസൊക്കെ വ്യൂ ഉണ്ടാവാൻ തുടങ്ങി. ഒരു സ്വിഗ്ഗി റിലേറ്റഡ് വീഡിയോ ഇട്ടത് ഏകദേശം 14,000 വ്യൂവോളം പോയായിരുന്നു ഒരു മാസം കൊണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, വാവ്, വ്യൂസ് കിട്ടുന്നുണ്ട്, ചാനൽ റീച്ച് ആവുന്നുണ്ട്, ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാം. അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് ഒരു 3-4 ലോങ് വീഡിയോസ് ഇട്ടതിന് ശേഷം എനിക്കിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ മൈൽ സ്റ്റോൺ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് 1000 ആൾക്കാർ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നു ഗൈസ്. 1000 ആൾക്കാർ, അതൊട്ടും ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ചെറിയ ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 റൂൾസാണ്. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഞാനും ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജേർണിയിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യും. 3 കാര്യം. ഓക്കെ, പിന്നെ ഇത് പറയുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് എൻ്റെ ജേർണിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് കാണുന്ന ആൾക്കാർ. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പോകുന്ന ഓരോ ഘട്ടത്തിലും, അതായത് എൻ്റെ ഫുൾ ജേർണിയിലും നിങ്ങൾ കൂടെ വേണം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വേണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. സോ നമുക്കിനി മുമ്പോട്ട് പോവാം. അതുപോലെ തന്നെ എനിക്ക് ഇനി ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അത്ര ഉള്ളതെന്നല്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഷോർട്ടാണ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടത്തിയെടുക്കണം ഗൈസ്, നടത്തിയെടുക്കണം, വെച്ചുകൊണ്ടിരിക്കരുത്. എന്നെ പോലെ പണ്ട് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം, ഒരു 5 വർഷം മുമ്പ് ഞാൻ ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കേണ്ട ആളാണെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. വേറൊരാൾ എന്ത് വിചാരിക്കുമെന്നും പറഞ്ഞ് നിങ്ങളെ ഇഷ്ടത്തിനുള്ള കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ ഗൈസ്. സത്യം പറഞ്ഞാൽ ആരും നമ്മളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, നമ്മുടെ തോന്നലാണ് അത്. വേറെ ആരോ നമ്മളെ പറ്റി എന്തോ ചിന്തിക്കുന്നുള്ളത്. സോ ആ ഒരു സംഭവം അങ്ങ് മാറ്റി വയ്ക്കുക. നമ്മളെപ്പറ്റി ആരും ചിന്തിക്കേണ്ട. ഓക്കെ, നമ്മളെപ്പറ്റി നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇനി പെർഫെക്ഷൻ്റെ കാര്യം, ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ചെയ്യണ കാര്യം പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല, ഒരു 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇനിയും പെർഫെക്റ്റ് ആവും, അപ്പം ഞാൻ വീഡിയോ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ എൻ്റെ ഡിവൈസ് കുറേ കൂടെ അപ്ഡേറ്റ് ആവും, അല്ലെങ്കിൽ എനിക്ക് കുറേ കൂടെ പൈസ കിട്ടും, ഞാൻ കുറേ കൂടെ ബെറ്റർ ആവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഈ ബെറ്റർ ആവുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവുക എന്ന് പറയുന്ന സംഭവം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഉണ്ടാവുന്നതല്ല. മനസ്സിലായ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ ഉണ്ടാവും. അതായത് നിങ്ങൾ മിസ്റ്റേക്സിൽ നിന്നേ പഠിക്കുകയുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോഗി ഹായ് പോട്ടെ. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മോശമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കുറവുകൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യും. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ വീഡിയോയിലും ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുപോകാം, നിങ്ങൾ ഇമ്പ്രൂവ് ആവും. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു നാളത്ത് ഏതെങ്കിലും ഒരു കാലത്ത് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ ആയാൽ പെർഫെക്റ്റ് ആവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് പുറത്തു കൊണ്ടുവരൂ, ആഗ്രഹങ്ങൾ പുറത്തു കൊണ്ടുവരൂ, കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, അപ്പോൾ 3 റൂൾസ് പറയാൻ പോവാണ്. ഈ 3 റൂൾസ് ഞാൻ ഇനി തൊട്ട് ഫോളോ ചെയ്യും, നിങ്ങളും ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാഷനേറ്റ് ആവുക. നിങ്ങൾ ആദ്യം ചിന്തിക്കുക, ഇത് നിങ്ങളുടെ പാഷനാണോ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മടുക്കൂല, അതൊന്നാമത്തെ കേസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെട്ട് ചെയ്യുക. എനിക്കൊരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു വ്ളോഗർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ക്രിയേറ്റർ ആവണം, കണ്ടൻറ് ക്രിയേറ്റർ ആവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുക. മാക്സിമം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആൾക്കാർ പറയുന്ന നെഗറ്റീവ് ഒന്നും മൈൻഡാക്കിയേ വേണ്ട. ഓക്കെ, ഞാൻ പട്ടി കാണിച്ചില്ലാതെ. കണ്ട ഒരു റൂഡ് ലുക്കാണ് കേട്ടോ, പക്ഷെ പാവമാണെന്ന് തോന്നുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ, പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കേൾക്കണ്ട. പോസിറ്റീവാണ് പറയുന്നതെങ്കിൽ അത് കേട്ടോ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തുക. അവർ പറയുന്നത് കേൾക്കേ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫ് ചെറുതാണ്, ഷോർട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ സംസാരിക്കുന്നവരൊന്നും ചെയ്യുന്നില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊട്ട് ചെയ്യേയില്ല, ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കുകയില്ല. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ആര് പറയുന്നതും കേൾക്കാൻ പോണ്ട. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താണോ, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് വീഡിയോസ് ചെയ്യുക. എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്തിട്ട് പോകാമെന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവണം. അതായത് ഒരു യൂട്യൂബ് ക്രിയേറ്റർക്ക് വേണ്ട ഒരുപാട് കഴിവുണ്ട്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യണം, നിങ്ങളതിനെ അത് ഡയറക്റ്റ് ചെയ്യണം, നിങ്ങളതിനെ ഷൂട്ട് ചെയ്യണം, നിങ്ങളതിനെ സ്ക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വേണ്ട 3 സ്കില്ലെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിങ്ങും എഡിറ്റിങ്ങും ഷൂട്ടിങ്ങുമാണ്. അതായത് നിങ്ങൾ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കണം നന്നായിട്ട്, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, നന്നായിട്ട് ഷൂട്ട് ചെയ്യണം, പിന്നെ അത് എന്താണോ സംസാരിക്കാനുള്ളത് അത് സ്ക്രിപ്റ്റാക്കി വെക്കുക. ഇത് 3 വേണ്ട കഴിവാണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് എന്താണോ അതിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടോ മാക്സിമം ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് സ്കില്ല് എത്രത്തോളം ഉണ്ടോ മാക്സിമം എഡിറ്റിംഗ് സ്കില്ല് യൂസ് ചെയ്ത് വീഡിയോ ചെയ്യുക. എനിക്കൊന്നും എഡിറ്റിംഗ് സ്കില്ലൊന്നുമില്ല കേസ്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോയിൽ VFX ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഞാൻ അത്രയും വലിയ എഡിറ്ററൊന്നുമില്ല. എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര വലിയ കഴിവാണ്. എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്ഷൻ അങ്ങനെ വരില്ല. നിങ്ങൾ തോൽവിനെ പഠിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, മിസ്റ്റേക്സിനെ പഠിക്കുകയുള്ളൂ. സത്യാവസ്ഥ അതാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, മാക്സിമം എഫേർട്ട് ഇടുക. മൂന്നാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക. റെഗുലർ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. ബിക്കോസ് ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ വേണ്ടത് ക്വാളിറ്റിയാണ്. കുറച്ച് വീഡിയോ ചെയ്താലും കുഴപ്പമില്ല, അത് നല്ല ക്വാളിറ്റി ചെയ്യാൻ നോക്കുക. ഞാനൊരു ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളാണേ, ഞാൻ എൻ്റെ ചാനലിൽ ഒരു സ്വിഗ്ഗി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോ അതാണ് ഗൈസ്. അതായത് ആ വീഡിയോ സ്വിഗ്ഗിയുടെ ഒരു പ്രശ്നത്തെ പറ്റി പറയുന്നതായിരുന്നു. സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഞാനൊരു സ്വിഗ്ഗി ഡെലിവറി ബോയ് ആണ്. ആ പ്രശ്നം ഇന്നും ഉണ്ട്, 5 വർഷം മുമ്പും ഉണ്ടായിരുന്നു, 5 വർഷം ശേഷം ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷത്തിന് മുമ്പും ആ സംഭവം അവിടെ ഉണ്ടായിരിക്കണം, ഇന്നും അതുണ്ടായിരിക്കണം, 5 വർഷത്തിന് ശേഷവും ഉണ്ടായിരിക്കണം. 5 അല്ലെങ്കിൽ എത്ര വർഷം ആയിക്കോട്ടെ, അതിന് ശേഷം അതവിടെ ഉണ്ടായിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യൂവേഴ്സിന് ഇന്ന് മാത്രം ആ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ട് പോയി കഴിഞ്ഞാൽ നാളെ അവർക്കത് ഉപകാരപ്പെടണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് നാളെയും അത് കാണേണ്ട ആവശ്യകത ഉണ്ടായിരിക്കണം എന്ന രീതിയിലുള്ള കണ്ടന്റുകളുടെ വീഡിയോ ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നത്തെ പറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രശ്നം ഇന്ന് അനുഭവിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ കുറേ ആൾ മുമ്പ് ആ പ്രശ്നം ഉണ്ടായിരിക്കണം, നാളെ ആ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് വീഡിയോ ചെയ്യാം. അത് എൻ്റെ ഒരു ബോണസ് പോയിന്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ക്രിയേറ്റേഴ്സിനെ നോക്കണ്ട. ഇവിടെ ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ് ഉണ്ട് ഗൈസ്. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്, മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. കാര്യം അവരും നിങ്ങളും രണ്ട് മനുഷ്യരാണ്. രണ്ടുപേരും 2 തരത്തിലുള്ള കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് വേറെ കഴിവ്, നിങ്ങൾക്ക് വേറെ കഴിവ്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ കഴിവ് മാക്സിമം ഉപയോഗിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ കമൻറ്റ് സെക്ഷനിൽ
മീൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ഇടുക ആദ്യം, എന്നിട്ട് ഓൾറെഡി കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അവർ നിങ്ങളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. എങ്ങനെയുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സഹായം. നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന എല്ലാവരുടെയും ചാനൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സായി, ഒരു പരസ്പര സഹായത്തോടുകൂടി സബ്സ്ക്രൈബേഴ്സ് ആവും. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബർ ആയേ നെക്സ്റ്റ് അവർക്കുള്ള വീഡിയോ കൊടുക്കണം. അപ്പം ഇത്രയായി കഴിഞ്ഞാൽ സെറ്റായി, നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റും. ഈ ജേണിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പൊരുതി നേടാം. ഓക്കെ, വി വിൽ റൈസ് അപ്പ് ഫ്രം ദ ഡസ്റ്റ് ആൻഡ് ക്ലൈം അവർ ത്രോൺ. കേട്ടിട്ടില്ലേ? ഒന്നുകൂടെ പറയാം, വി വിൽ റൈസ് അപ്പ് ഫ്രം ദ ഡസ്റ്റ് ആൻഡ് ക്ലൈം അവർ ത്രോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ടിപ്സ് ഒന്നും നേരെ കേട്ടിട്ടില്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി കേട്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പരസ്പരം ഒരു സപ്പോർട്ടിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയുടെ ഇതിനായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എൻ്റെ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സ്വിഗ്ഗി വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ റൂൾസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് കാര്യങ്ങൾ കീഴടക്കാം. ഓക്കെ, സോ ലവ് യു ഗൈസ്, ബൈ ബൈ ഗൈസ്. അടുത്ത് നമുക്ക് 10K കാണാം.